Assalamu alaikum warahmatullahi wabarakatuh. Dear children, all are welcome back to our accountancy class. Today we will discuss about adjustment of capitals of continuing partners. Okay. At the time of retirement of a partner, the remaining partners may decide to adjust their capital according to their profit sharing ratio. We know ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അല്ലേ, റിമൈനിങ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം, അവരുടെ ക്യാപിറ്റൽസ് അവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോക്ക് അനുസൃതമായിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യണം. ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ദ സം ഓഫ് ബാലൻസസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഈസ് ട്രീറ്റഡ് ആസ് ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം അൺലെസ് സ്റ്റേറ്റഡ് അതർവൈസ്. അതായത് മറ്റൊരു വിധത്തിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണോ ഈ പാർട്ട്നേഴ്സിൻ്റെ, അതായത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസാണ് നമ്മൾ ആ പുതിയ ഫേമിൻ്റെ അല്ലെങ്കിൽ ന്യൂ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റലായിട്ട് എടുക്കുക. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എത്ര ഉണ്ടോ അതിൻ്റെ ടോട്ടലാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേമായിട്ട് എടുക്കുക. വേറെ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. Total capital of the new firm is divided among the continuing partners as per the new ratio to arrive at the new capital of the continuing partners. എന്നിട്ട് എന്ത് ചെയ്യണം, ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേമിനെ നമ്മൾ അവരുടെ ന്യൂ റേഷ്യോക്ക് അനുസൃതമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതായത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ എത്രയാണോ ആ റേഷ്യോയിൽ നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേമിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചില സമയത്ത് അവിടെ എക്സസ് വരാം അല്ലേ, അല്ലെങ്കിൽ ഷോർട്ടേജ് വരാം. അപ്പോൾ അങ്ങനെ സമയത്ത് ഇപ്പോൾ ഏത് പാർട്ട്ണർക്കാണോ എക്സസ് വന്നിട്ടുള്ളത് ആ പാർട്ട്ണർ എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യുക. അതേപോലെ ഷോർട്ടേജ് ഏത് പാർട്ട്ണർക്കാണോ ഉള്ളത്, അതായത് അയാളുടെ ശരിക്കുള്ള റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഉള്ള എമൗണ്ട് ഒരു റേഷ്യോക്ക് അനുസൃതമായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ബാക്കിയുള്ള എമൗണ്ട് എത്രയാണെങ്കിൽ നമ്മൾ കൊണ്ടുവരണം. ഇനി കൂടുതലാണെങ്കിൽ അത് നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് ഇവിടെ പറയണത്. ഫോർ എക്സസ് ക്യാപിറ്റൽ വിഡ്രോൺ ബൈ ദി പാർട്ട്ണർ. നമ്മൾ അഡ്മിഷൻ്റെ ആ ഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. എന്താ എൻട്രി വരിക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അല്ലേ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ചില സമയത്ത് ലോൺ അപ്പോൾ ആ സമയത്ത് തന്നെ വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട് അവിടെ ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ദെൻ നമ്മൾ ഇപ്പോൾ അവിടെ എമൗണ്ട് കുറവാണെങ്കിൽ ഫോർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ദി പാർട്ട്ണർ, എമൗണ്ട് പാർട്ട്ണർ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട സാഹചര്യമാണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം, ആ എമൗണ്ട് കൊണ്ടുവരണം. ക്യാഷ് കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റർ ഓർ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് അറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷായിട്ടാണ് കൊണ്ടുവന്നെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, ചെക്കായിട്ടാണോ ബാങ്ക് വഴിയാണോ കൊണ്ടുവരുന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റർ. അതല്ലെങ്കിൽ ഇപ്പോൾ ലോൺ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഇതാണ് ഇവിടെ എൻട്രി. നമുക്ക് ഓൾറെഡി അറിയാവുന്ന എൻട്രിയാണ്, നമ്മൾ അഡ്മിഷൻ്റെ ടൈമിൽ പഠിച്ച എൻട്രി തന്നെയാണ്. ഇനി ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് 3 തരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സ് ഡിസൈഡ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് 3 തരത്തിലാവാന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെ തരത്തിലാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് സിറ്റുവേഷൻ പറയുന്നത് എന്താണെങ്കിൽ, വെൻ ദ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം ആസ് ഡിസൈഡഡ് ബൈ ദി പാർട്ട്നേഴ്സ് ഈസ് സ്പെസിഫൈഡ്. അതായത് അപ്പം അത് ഒരു എക്സാമ്പിളിലൂടെയാണ് നമ്മൾ പറയണത്. എന്താണെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് പറയണത്. അതായത് എ, ബി ആൻഡ് സി ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 4:3:2. ബി റിട്ടയേഴ്സ് ആൻഡ് സി ഫിക്സ് ദ എൻറ്റയർ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം 54,000 in the profit sharing ratio. The capital accounts of A and C show balance of rupees 40,300 and 15,300 respectively immediately after B's retirement. Show the adjustment of capital account if partners are to be bring in cash deficiency or withdraw
the surplus or partners capital account adjusted through current accounts. രണ്ട് സിറ്റുവേഷൻ പറയുന്നുണ്ട്. ഇവിടെ രണ്ട് സിറ്റുവേഷനാണ് പറയണത്. ഒന്ന് പാർട്ട്നേഴ്സ് ഡെഫിഷ്യൻസി ഉള്ള എമൗണ്ട് കൊണ്ടുവരുന്നു, അതേപോലെ തന്നെ സർപ്ലസ് ഉള്ള പിൻവലിക്കണം. രണ്ടാമത്തെ സിറ്റുവേഷൻ പറയണത് എമൗണ്ട് കറണ്ട് അക്കൗണ്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതായത് പിൻവലിക്കണമില്ല കൊണ്ടുവരുന്നില്ല, അതിന് പകരം പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ പറഞ്ഞിട്ടുള്ളവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ തന്നിട്ടുണ്ട് നമുക്ക്, അതേപോലെ അവരുടെ ന്യൂ ഫേമിൻ്റെ എമൗണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് ആരാണ്? ബി ആണ്. ബിയുടെ ഷെയർ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടും? ന്യൂ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ കിട്ടും. എയുടെയും സി ഡി എത്രയാണ് വരിക? 4:2, അതായത് 2:1. 4:2നെ ചെറുതാക്കുമ്പോൾ 2:1 അല്ലേ? അപ്പോൾ എസ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര വരിക? അവർ മുൻകൂട്ടി തന്ന കാരണം നമ്മൾ പറഞ്ഞു. അതിന് ശേഷം എത്രയാണ്? 54,000 ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് ന്യൂ ഫേമിൻ്റെ. അപ്പോൾ എയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 54,000 × 2/3, അതായത് 2/3. എത്ര വരിക? 36,000 വരും. സീഡതോ 54,000 × 1/3. അവരെ ന്യൂ ഷെയറിങ് റേഷ്യോ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 18,000. അപ്പോൾ അവരെ ന്യൂ ക്യാപിറ്റൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഇവരുടെ ബാലൻസ്, അക്കൗണ്ടിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ടല്ലേ, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എത്രയാണുള്ളത്? എയുടെ 40,300 ഉള്ളത്, സീഡത് 15,300 ഉള്ളത്. അപ്പോൾ ഈ 40,300 എക്ക് എത്ര മതി? ഇനി 36,000 മതിയല്ലോ. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യുക? 4,300 അവർക്ക് വിഡ്രോ ചെയ്യുക. അതേപോലെ 15,300 ആൾക്ക് എന്ത് വേണം? ബാലൻസ് കൊണ്ടുവരും വേണം അല്ലേ? 15,300 18,000 ആവണം. അപ്പോൾ എത്ര കൊണ്ടുവരണം? സി 2,700. അപ്പോൾ ആ 2,700 കൊണ്ടുവരും വേണം. അപ്പോൾ അതാണ് ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചെയ്യുന്നത്. ജസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്ന് അയച്ചു തരാൻ. ഇതാണ് തന്നിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് അവരുടെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് എയുടെയും ബിയുടെയും കോളത്തിൽ എഴുതിയുള്ള 40,300 15,300. അതിന് ശേഷം നമ്മളെന്ത് ചെയ്യണം? നമ്മളിപ്പോൾ കണ്ടുവച്ചല്ലേ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ള എമൗണ്ട് എഴുതാം. ഇപ്പോൾ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള എമൗണ്ട് ഇല്ലേ, അതായത് ന്യൂ ഷെയർ അവരെ ന്യൂ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? 36,000 18,000 വേണ്ടത്. ഇനി ബാലൻസ് ചെയ്യുമ്പോൾ വരുന്നതാണ് അവർ ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട എമൗണ്ടാണ് എഴുതേണ്ടത്. സിയുടെ കോളത്തിൽ എത്രയാണ് എഴുതേണ്ടത്? 2,700. ഡെബിറ്റ് സൈഡിൽ നമ്മൾ വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട്, അതായത് 4,300 എയുടെ കോളത്തിൽ. ടോട്ടൽ 40,300 എയുടെ കോളം, സിയുടെ കോളം 18,000. രണ്ടും തമ്മിലുള്ള ആ ഡിഫറൻസ് ആണ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സൈഡിലും എഴുതിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഓപ്പണിങ്ങിലും ഇപ്പോൾ വേണ്ട എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതാണ് ആ താഴത്ത് കണ്ടു വെച്ചിട്ടുള്ള എമൗണ്ട്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ടുള്ളത് ചോദിക്കുക. ഓക്കെ, ദെൻ നമ്മളോട് ജേണൽ എൻട്രി, ഈ കൊണ്ടുവരുന്ന ജേണൽ എൻട്രിയും വിഡ്രോ ചെയ്യുന്ന എൻട്രിയാണ് നമ്മൾ എഴുതണത്. ഫസ്റ്റ് സർപ്ലസ് വിഡ്രോ ചെയ്യുന്ന എൻട്രി ആസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 4,300. അതേപോലെ അതിന് നറേഷൻ എഴുതിക്കോളൂ. ബീങ് സർപ്ലസ് വിഡ്രോൺ ബൈ എ. ദെൻ രണ്ടാമതായിട്ട് എഴുതണത് ക്യാഷ് കൊണ്ടുവരുന്നതാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സി ക്യാപിറ്റൽ അല്ലേ? സി അല്ലേ കൊണ്ടുവരുന്നത്? ഓക്കെ, അതിൻ്റെ താഴെ എഴുതേണ്ടത് നറേഷൻ എന്താ എഴുതുക? ബീൻ ഡെഫിഷ്യൻസി ബ്രോട്ട് ഇൻ ക്യാഷ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം എല്ലാവർക്കും അല്ലേ? ടോട്ടൽ ഫേമിൻ്റെ ക്യാപിറ്റൽ 54,000 ആണ്. ഇവർക്ക് രണ്ടാൾക്കും ഓപ്പണിങ്ങിലുള്ളത് 40,300 15,300 ആണ്. അവരുടെ റേഷ്യോ 4:2 ആണ്. ഓൾഡ് റേഷ്യോ 4:3:2 ആയിരുന്നു. ബി റിട്ടയർ ചെയ്തപ്പോൾ 4:2 ആയി, അതായത് 2:1 ആയി. അതിന് ശേഷം എന്തായി? ഇവരുടെ ആ റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തു. 54,000-നെ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേമിനെ ഡിവൈഡ് ചെയ്തപ്പോൾ 36,000-ഉം 18,000-ഉം ആണ് കിട്ടിയത്. പക്ഷെ അപ്പോൾ ആ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ
എക്ക് ഇവിടെ ഉള്ള ക്യാപിറ്റൽ സർപ്ലസ് ആണ്, അപ്പോൾ അത് വിഡ്രോ ചെയ്തു. സിക്ക് ഡെഫിഷ്യൻസിയാണ്, അപ്പോൾ അത് ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടുവരണം. ഡെഫിഷ്യൻസി ഉള്ള എമൗണ്ട് 2700 സി കൊണ്ടുവന്നു. ഇനി ഇതിന് പകരം നമ്മൾ ക്യാഷായിട്ട് വിഡ്രോ ചെയ്യുന്നതിനും അതേപോലെ എമൗണ്ട് കൊണ്ടുവരുന്നതിനും പകരം ആ എമൗണ്ട് നമ്മൾ കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ ക്യാഷ് എഴുതുന്നതിന് പകരം അവിടെ എന്തെഴുതണം? ആരുടെ കറണ്ട് അക്കൗണ്ടാണ്, അതായത് ഇപ്പോൾ എയുടെ ആണെങ്കിൽ എസ് കറണ്ട് അക്കൗണ്ട്, സിയുടെ ആണെങ്കിൽ സീസ് കറണ്ട് അക്കൗണ്ട്. ഇത്ര ഡിഫറൻസ് ഉള്ളൂ. ബാക്കിയുള്ള കാര്യമൊക്കെ സെയിം ആണ്, എല്ലാം ഒരുപോലെ. കറണ്ട് അക്കൗണ്ടായിട്ട് ചെയ്യുമ്പോൾ അതാണ് വ്യത്യാസം. അതിന് ശേഷം നമ്മൾ കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കറണ്ട് അക്കൗണ്ട് എന്ന് എഴുതിയല്ലോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓരോരുത്തരുടെയും. അപ്പോൾ അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇപ്പോൾ എയുടെയിൽ നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ടെന്ന് എസ് കറണ്ട് അക്കൗണ്ട് എന്നാണ് അല്ലേ, ഡെബിറ്റിലാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റിൽ എന്ത് കൊടുക്കുക? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കൊടുക്കുക. ഓക്കെ. അതേപോലെ നേരത്തെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്? ക്രെഡിറ്റിലാണ് സീസ് കറണ്ട് അക്കൗണ്ട് കൊടുത്ത്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റിൽ കൊടുക്കുക സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത്രയുള്ള വ്യത്യാസം. പോസ്റ്റിങ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. നമ്മൾ എൻട്രി എഴുതുമ്പോൾ ഇപ്പോൾ എൻട്രി അതിൻ്റെ താഴെ ഉണ്ട് ജേണൽ എൻട്രി നോക്കി നോക്കൂ. ജേണൽ എന്താ വരുന്നത്? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു എസ് കറണ്ട് അക്കൗണ്ട്. ക്യാഷിന് പകരം കറണ്ട് അക്കൗണ്ടായി സീസ് കറണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നേരത്തെ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നല്ല എഴുതി, അതിന് പകരം ഇവിടെ കറണ്ട് അക്കൗണ്ടായി. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ഓക്കെ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വെൻ ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം ഈസ് നോട്ട് സ്പെസിഫൈഡ്. അതായത് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം നമുക്ക് തന്നിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാണ് നേരത്തെ പറഞ്ഞത്? അതായത് നമുക്ക് ക്യാപിറ്റൽ പാർട്ട്നേഴ്സിൻ്റെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാണേണ്ടത്? ന്യൂ ഫേമിൻ്റെ ക്യാപിറ്റൽ കാണേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ന്യൂ ഫേമിൻ്റെ ക്യാപിറ്റൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലാണ് നമ്മൾ എന്തെടുക്കേണ്ടത്? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു അതായത് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അജിത, സബിത ആൻഡ് ബബിത ആർ പാർട്ട്നേഴ്സ്. ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് 3:2:1. ബബിത റിട്ടയേഴ്സ്. അപ്പോൾ ക്യാപിറ്റൽ ഓഫ് ദി അജിത സബിത ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റുഡ് അറ്റ് 87,500 62,500. അതായത് ബബിത റിട്ടയർഡായി, അജിതയും സബിതയാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 87,500 62,500. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് ഉള്ളതാണ് എന്തെടുക്കേണ്ടത്? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം ആയിട്ട് എടുക്കേണ്ടത്. അതായത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഡിസൈഡ് ടു മെയിൻറ്റെയിൻ ദെയർ ക്യാപിറ്റൽസ് ഇൻ ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് അവരെ ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. ഫോർ ദിസ് പർപ്പസ് ക്യാഷ് ടു ബി ബ്രോട്ട് ഇൻ ആൻഡ് ഓർ വിഡ്രോൺ ബൈ ദി പാർട്ട്നേഴ്സ്. അത് ചിലപ്പോൾ അങ്ങനെ ചെയ്യണ കാരണം എന്ത് വരാം? ചിലപ്പോൾ ക്യാഷ് കൊണ്ടുവരേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടതുണ്ടാവും. നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാൽക്കുലേറ്റ് ദ ക്യാഷ് ടു ബി ബ്രോട്ട് ഇൻ ഓർ വിഡ്രോൺ ബൈ ഈച്ച് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾസോ റെക്കോർഡഡ് ദി ജേണൽ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്താ സംഭവിച്ചാൽ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന രണ്ടാളുടെയും കൂടിയിട്ടുള്ളതാണ് ടോട്ടൽ ക്യാപിറ്റൽ. അപ്പോൾ അതായത് 1,50,000 വരും. 87,500 62,500 കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1,50,000 വരും. ഇവിടെ നമ്മുടെ അല്ലേ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ് അല്ലേ. ബബിത ആണല്ലോ റിട്ടയർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 പോയി, അപ്പോൾ ബാക്കിയുള്ളത് 3:2 ആണ് അവരുടെ. അപ്പോൾ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് അജിതയുടെയും സബിതയുടെയും 3:2 ആണ്. അപ്പോൾ റിക്വയർഡ് ക്യാപിറ്റൽ ഓഫ് അജിത എന്ന് പറയുന്നത് 1,50,000 ഇൻറ്റു 3/5 ആണ്. 3/5 എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? 3 + 2 അതായത് 5ൽ 3 ആണ് അജിതയുടെ ഷെയർ. അപ്പോൾ 90,000. സബിതയുടേതോ 1,50,000 ഇൻറ്റു 2/5 അതായത് 60,000. നമ്മൾ ചെയ്ത പോലെ തന്നെ നേരത്തെ
ഇനി ഇവിടെ ക്യാഷ് ബ്രോട്ട് ഇൻ ബൈ അജിത നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞിട്ട് അജിതക്ക് ഉള്ളത് 87,500 അല്ലേ. പക്ഷേ എത്ര വേണം? 90,000 വേണ്ട അജിതയുടെ ഷെയർ അനുസരിച്ച്. ബാക്കി 2,500 രൂപ എന്ത് വേണം? അജിത കൊണ്ടുവരണം. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞിട്ട് അജിതയുടെ എമൗണ്ട് ഇവിടെ നമ്മുടെ ബിസിനസ്സിലുള്ള 87,500 നമ്മളോട് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള 2,500 നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ സബിതയുടെ കാര്യത്തിലേക്ക് വരികയാണ്. സബിതയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ സബിതക്ക് വേണ്ട എമൗണ്ട് എത്രയാണ്? അതായത് 1,50,000 ഇൻറ്റു 2/5 എന്ന് പറയുമ്പോൾ വെറും 60,000 വരുന്നത് അല്ലേ. ഓൺലി 60,000 ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ എത്ര ഉണ്ട്? സബിതയുടെ ക്യാപിറ്റൽ 62,500 ഉണ്ട് നമ്മളോട് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞിട്ട്. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യാം? സബിതക്ക് വിഡ്രോ ചെയ്യാം. എത്ര എമൗണ്ട്? 2,500. അതിൻ്റെ ജേണൽ എൻട്രി ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കൊണ്ടുവരുന്ന എൻട്രിയാണ് അജിതറെ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു അജിതാസ് ക്യാപിറ്റൽ 2,500. അതായത് ഡെഫിസിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് മെയ്ഡ് ബൈ ഇൻ ബ്രിങ്ങിങ് ക്യാഷ് അല്ലേ. ദെൻ സബിതാസ് ക്യാപിറ്റലാണ് ടു ക്യാഷ് ആണ് വരുന്നത്. സർപ്ലസ് വിഡ്രോ ചെയ്യാണ്. സർപ്ലസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് വിഡ്രോൺ ബൈ സബിത. ഓക്കെ, ഇതാണ് 2 അഡ്ജസ്റ്റ്മെൻറ്റ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം മുൻകൂട്ടി ഡിസൈഡ് ചെയ്ത് വെച്ചതാണ്. രണ്ടാമത് പറഞ്ഞത് അവർ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല എമൗണ്ട് ന്യൂ ഫേമിൻ്റെ ക്യാപിറ്റൽ. പക്ഷേ 2 പേരുടെയും ടോട്ടൽ ക്യാപിറ്റൽ ഉള്ളത് എത്രയാണോ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ എമൗണ്ടിനെ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം ആയിട്ട് എടുക്കുകയാണ്. പിന്നെ ന്യൂ ഷെയറിങ് പ്രോഫിറ്റ് റേഷ്യോ എത്രയാണെങ്കിൽ അതിൽ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വെൻ ദ എമൗണ്ട് പേയബിൾ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് വിൽ ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ദി റിമൈനിങ് പാർട്ട്നേഴ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ദെയർ ക്യാപിറ്റൽസ് ആർ അഡ്ജസ്റ്റഡ് പ്രൊപ്പോർഷനേറ്റ് ടു ദയർ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നമുക്കതൊരു എക്സാമ്പിളിലൂടെ നോക്കി നോക്കാം. അതായത് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കുന്ന എമൗണ്ട് റിമൈനിങ് പാർട്ട്നേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് പറയണത്. അതിൽ നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ABC ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 5:3:2. C decided to retire from the firm on which date their capital account after all adjustments should at 92,400, 84,600 and 69,000 respectively. ABC ആണ് പാർട്ട്നേഴ്സ്, റിട്ടയർ ചെയ്യുന്ന C ആണ്. അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:3:2 ആയിരുന്നു. ക്യാപിറ്റൽ 92,400, 84,600 ആൻഡ് 69,000 ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ പറയുന്നുണ്ട് ടു പേ ഓഫ് C ഇമ്മീഡിയറ്റ്ലി. സീനെ പെട്ടെന്ന് തന്നെ പേ ഓഫ് ചെയ്യണം അല്ലേ. A and B decided to bring cash in such a way to make their capital proportionate to their new profit sharing ratio. Calculate the amount brought by A and B pass necessary journal entry. ഇത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ഇൻഫോർമേഷനൊക്കെ എടുത്ത് എഴുതാം അല്ലേ. കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ബ്രോട്ട് ഇൻ ബൈ A and B ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് ആദ്യം നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ നോക്കാം. എസ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ 92,400, ബിയുടെ 84,600, സിയുടെ 69,000. ടോട്ടൽ 2,46,000 ആണ്. 2,46,000 ആണ് ഫേമിൻ്റെ ക്യാപിറ്റൽ. ഇത്ര നമുക്ക് ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എയുടെയും ബിയുടെയും അല്ലേ ഷെയർ എത്രയെന്നുള്ളത് കണ്ടുപിടിക്കുക. അതായത് 2,46,000 ആണ് അവരുടെ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം. ഇനി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? എയും ബിയും അല്ലേ. സി ആണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എത്രത്തോളം എമൗണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് സിയുടെ എമൗണ്ട് പേ ഓഫ് ചെയ്യാണ് അല്ലേ. പേ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇവർ എത്രത്തോളം എമൗണ്ട് ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ് പറയണത്. അപ്പോൾ എയുടെ ക്യാപിറ്റൽ എത്ര ഉണ്ട് നോക്കണം നമ്മൾ. എയുടെ ക്യാപിറ്റൽ എത്ര ഉണ്ട് നോക്കാം. എയുടെ ക്യാപിറ്റൽ എന്ന് പറയണത് എത്രയാണ്? 2,46,000. അവരുടെ ന്യൂ ഷെയറിന് എത്രയാണ്? 5:3 അല്ലേ. അപ്പോൾ 5/8 ആണ് എയുടെ ഷെയർ. അപ്പോൾ 2,46,000 ഇൻറ്റു 5/8 ആകുമ്പോൾ എത്ര വരുന്നത്? 1,53,750 ആണ് വരുന്നത്. 1,53,750.
ചെയ്ത് നോക്കിയാൽ കിട്ടും. ദെൻ അതിൽ നിന്ന് അവരുടെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ, ആദ്യത്തെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എത്രയുള്ളത്, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എത്രയാണുള്ളത്, 92,400 അല്ലേ, 92,400 ആണ്. അതൊക്കെ അഴിച്ച് ബാക്കിയുള്ളത് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അയാളുടെ എമൗണ്ട് വേണ്ടത് എത്രയാണ്, 1,53,750 വേണം ഇപ്പോൾ ന്യൂ ഫേം നടത്തി പോകണമെങ്കിൽ. അപ്പോൾ 92,400 മാത്രമേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് എന്ത് വേണം, കൊണ്ടുവരണ്ടേ. അപ്പോൾ ക്യാഷ് ടു ബി ബ്രോട്ട് ഇൻ ബൈ എന്ന് പറയണത് അത് ലെസ് ചെയ്താൽ, അല്ലെങ്കിൽ 1,53,750 മൈനസ് 92,400 ചെയ്താൽ കിട്ടും. ആ എമൗണ്ടാണ് ആര് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതേപോലെ ബിയുടെ കണ്ടുപിടിച്ച ബിയുടെ എത്ര വരുന്നത്, ബിയുടെ 3/8 ആണ് ഷെയർ. അതായത് 2,46,000 ഇൻറ്റു 3/8 ചെയ്യുമ്പോൾ 92,250 ആണ്. 92,250. പക്ഷേ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ബിയുടെ എത്രയുള്ളത്, 84,600 ആണ്. നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് ഓരോരുത്തരുടെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ. അപ്പോൾ എത്രയാണ് വരുന്നത്, 84,600 കഴിഞ്ഞ് ബി കൊണ്ടുവരേണ്ട എമൗണ്ട് എത്ര വരുന്നത്, 92,250 മൈനസ് 84,600 ആണ്. അത് കഴിച്ച് ബാക്കിയുള്ള 7,650 രൂപ ബിയും കൊണ്ടുവരണം. അപ്പോൾ ഈ 61,350 കൊണ്ടുവന്നതും 7,650 ബി കൊണ്ടുവന്നതും കൂട്ടി ആർക്ക് കൊടുക്കണം, ക്യാഷ് ടു ബി പെയ്ഡ് ടു സി അല്ലേ. ഇമ്മീഡിയറ്റ് പേയ്മെൻ്റ് ആണ് സിക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സിയുടെ ഷെയറാണ് ഇവർ രണ്ടാളും കൂടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായ, സി പോയി കഴിഞ്ഞാൽ ബാക്കി ഉള്ള ക്യാപിറ്റൽ ഇവർക്കുള്ള. അപ്പോൾ ഇവർ കൊണ്ടുവന്ന എമൗണ്ട് ആർക്ക് കൊടുക്കുകയാണ്, സിക്ക് കൊടുത്തിട്ട് സിയുടെ ലയബിലിറ്റീസൊക്കെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഓക്കെ, ഇനി അതിൻ്റെ എൻട്രിയാണ് വരുന്നത്. ആ എൻട്രി നോക്കി നോക്കൂ. ഫസ്റ്റ് എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ, രണ്ടുപേരും കൊണ്ടുവന്ന എമൗണ്ട്. ക്യാഷ് എന്ന് പറഞ്ഞാൽ 69,000 എഴുതണ്. എസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 61,350, ബീസ് ക്യാപിറ്റൽ 7,650. ഇനി സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട്, സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്ത് തീർക്കേണ്ട. അപ്പോൾ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ പറഞ്ഞ് 69,000, 69,000 ടു ക്യാഷ് എന്ന് പറഞ്ഞ് 69,000 means he is claim in the firm settled by paying cash. ഫസ്റ്റ് ജേണലിൻ്റെ നറേഷൻ അറിയില്ലേ, ക്യാഷ് ബ്രോട്ട് ഇൻ ബൈ എ ആൻഡ് ബി ടു മേക്ക് അപ്പ് ദെയർ ഡെഫിസിറ്റ് ക്യാപിറ്റൽ, അത്ര എഴുതിയാൽ മതി. ഓക്കെ, ആൻഡ് ഡെഫിസിറ്റ് ക്യാപിറ്റൽ ആൻഡ് പേ ഓഫ് ബൈ സി എന്ന് എന്തെങ്കിലും എഴുതിക്കോട്ടെ, അത് എഴുതാം. പേ ഓഫ് ടു പേ ഓഫ് സി എന്ന് എന്തെങ്കിലും എഴുതാം. നറേഷൻ എന്തായാലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇതാണ് ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കേട്ടോ.